ഹായ് ഗായ്സ്, എല്ലാവർക്കും BWLലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വ്ളോഗ് എന്താ വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഇന്ന് നമുക്ക് പാഷൻ പ്ലസിൻ്റെ ലൈറ്റൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. അതുപോലെ അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്, മെയിൻ്റെനൻസ് പരിപാടികൾ. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ കൂടുതലും പറഞ്ഞു ഏൽപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വ്ളോഗിലോട്ട് പോവാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വാരിസ് നമ്മളെ കാത്തിട്ട് ഇവിടെ തന്നെ റെഡി ആയി നിൽക്കുന്നുണ്ട് കേട്ടോ. നൈറ്റാണ് നമ്മുടെ പരിപാടി. അപ്പോൾ നമ്മൾ പാഷൻ പ്ലസ് നേരെ ഗ്യാരേജിൽ കയറ്റിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ലൈറ്റ് മാറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ലൈറ്റിൻ്റെ പ്രകാശം, നിലവിലുള്ള പാഷൻ പ്ലസിൻ്റെ ലൈറ്റിൻ്റെ പ്രകാശം കാണിച്ചു തരട്ടാ. ഇത് ബ്രൈറ്റ്, ഇത് ഡിമ്മ്. ഇതല്ലേ ബ്രൈറ്റ്, ഇത് ഡിമ്മ്, ഇത് ബ്രൈറ്റ്. അപ്പോൾ ഈ ഒരു വെളിച്ചാട്ടം നമുക്കിപ്പോൾ നിലവിലുള്ളത് ഉണ്ടാ. ആക്സിലേറ്റർ കൂട്ടിക്കാം, നൈസായിരുന്നു ആക്സിലേറ്റർ കൂട്ടിക്കാം. ഉണ്ടാ. എന്താണ് 35-35 35 കേട്ടോ ഇപ്പോൾ ഉള്ള ലൈറ്റ്. അതിന് നമ്മൾ ഇടാൻ പോണത് 40-45 45-40 നമ്മൾ ഇടാൻ പോണത്. അപ്പം നമുക്ക് നേരെ വണ്ടിയുടെ മാസ്ക് കഴിക്കേണ്ടി വരില്ലേ? മാസ്ക് കഴിക്കാം. അപ്പം നമുക്ക് നേരെ മാസ്ക് കഴിക്കാം. ആദ്യം നമ്മൾ രണ്ട് സൈഡിലുള്ള സ്ക്രൂ ഊരാണ്ട് പാഷൻ പ്ലസ് ആയതുകൊണ്ട് അപ്പം നമ്മുടെ പാഷൻ വീണ്ടും മെയിൻ്റെനൻസിന് കയറ്റിക്കുക കേട്ടോ. നമുക്കുള്ള ഫ്രണ്ട് ടയറാണ്. ഫ്രണ്ട് ടയർ നമുക്കൊന്ന് മാറ്റണം. ഫ്രണ്ട് ടയർ മൊട്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇപ്പോൾ വണ്ടി ഇതുപോലെ ഓയിൽ നൈസായിട്ട് ലീക്ക് ആവുണ്ടായിരുന്നു. നമ്മൾ മറ്റേ എന്തിൻ്റെ സീല് പൊട്ടിയതേന്ന്? ചെയിൻ സ്പോക്കറ്റിൻ്റെ സീല് പൊട്ടിയതാണ്. അപ്പോൾ നമ്മളത് നേരാക്കി. ഇനി നമുക്ക് അടുത്തതായിട്ട് പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടെ നിന്നിട്ട് ലീക്കായിട്ട് ഓയിൽ പോകണ്ടെന്ന് കണ്ട സ്റ്റാൻഡിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ മാറ്റി. ആദ്യം ഈ സൈഡിലത്തെ ഒരു സ്ക്രൂ, അപ്പുറത്തെ സൈഡിലത്തെ 2 സ്ക്രൂ അയക്കുക. പിന്നെ അതിന് ശേഷം നമ്പർ പ്ലേറ്റ് പോയിട്ടുള്ള ഈ സ്ക്രൂ അയക്കണം. അപ്പോൾ ആദ്യം ഇവിടെ ഒരു തുണി ഇട്ട് കൊടുക്കുക. നമുക്ക് എത്രയും സേഫിന് നല്ലതാണ്. ഈ മാസ്ക്, ഈ മറ്റേ ഹെഡ്ലൈറ്റൊക്കെ ഇങ്ങോട്ട് നേരെ വെക്കുമ്പോൾ അവിടെ പരിക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്തതായിട്ട് അപ്പോൾ ഈ സ്ക്രൂ ഊരി, അടിയത്തെ സ്ക്രൂ ഊരിഞ്ഞ് നേരണ്ട് മാസ്ക് ഉണ്ട്, കിറ്റ് ഉണ്ട്, പോരും ഒന്നാകണ്ട പൈസ കൊടുക്കാൻ മൊത്തത്തിലുണ്ട് പോകുന്നു. ഞാൻ നമ്മളെ പണിയെടുക്കാൻ പോകുന്നത് കേട്ടോ. നമ്മൾ ലൈറ്റ് മാറ്റാൻ പോവാണ്. ഇതിന് വേണമെങ്കിൽ ഇവിടെ അയക്കുക. ഇത് ഡയറക്റ്റ് ഉണ്ട് വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റിൻ്റെ കപ്ലർ ഊരും. ഇതും കൂടി ഊരി കഴിഞ്ഞാൽ മൊത്തം എടുത്തൂടെ? ഇതും കൂടി ഊരി കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് പണിയെടുക്കാം. ഇത് പാർക്ക് ലൈറ്റ് ആണ്. പക്ഷെ അതിൻ്റെ ആവശ്യം ഇപ്പം നമുക്കില്ല അല്ലേ? വേണമെങ്കിൽ ഊരാ നമുക്ക്. ഇനി റബ്ബർ നമുക്കുണ്ട്, പൊക്കി കഴിഞ്ഞാൽ റബ്ബർ കൊണ്ട് കിട്ടും. നേരെ ബൾബ് എടുത്ത് മാറ്റും അല്ലേ? നമ്മുടെ കറുപ്പുട്ടി കണ്ടത്. കറുപ്പുട്ടി നമ്മുടെ ഈ പെട്രോൾ ഉള്ളിൽ കയറിയിട്ട് കണ്ടാ. മുപ്പതിൻ്റെ ഉള്ളിൽ കയറി എന്തോ വിക്രസിന് കയറിയിരിക്കുക. മുപ്പര വ്ളോഗുകൾ നാളെ മുതൽ വരികയുണ്ട് കേട്ടാ. കറുപ്പ് ഇടാ അവ തെർമോകോൾ തിന്നിട്ട. ഇത് നമ്മുടെ കറുപ്പു. ഇത് കറുപ്പൂൻ്റെ 5 കറുപ്പു. ഏട്ടനാണ് കറുപ്പു. ഇനി കറുപ്പൂനും 2 പെങ്ങന്മാരും വേറെ കിട്ടാ. ഇതാ കറുപ്പോ അല്ലേ? അപ്പോൾ നമ്മൾ ഈ പാർക്ക് ലൈറ്റ് വലിച്ചു കഴിഞ്ഞാൽ അതിൽ പോരും. അപ്പോൾ നമുക്ക് സുഖമായിട്ട് വൈസർ എടുത്തിട്ട് പണിയെടുക്കാം. ഇതാണ് നമ്മുടെ വയറിങ്. ഇത് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ കമ്പിൻ്റെ പോലും കാണിച്ചു തരാം. നമ്മുടെ കറുപ്പൂൻ്റെ ഒരു പെങ്ങളാട്ടത്. ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ലൈറ്റ് മാറ്റി കൊടുക്കാം. നല്ല കിടിലെ ക്ലൈമറ്റ് ആട്ടുന്നത്. നല്ല മഴ ഉണ്ട്. എല്ലാവരും നാട്ടിലെന്താണ് അവസ്ഥ എന്നുള്ളതൊക്കെ ജസ്റ്റ് നമ്മളെ കമൻറ്റ് ചെയ്യുക. കറുപ്പൂൻ്റെയും മറ്റേ പെങ്ങൾ. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഇതിങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇതിങ്ങോട്ട് പോരും. നമ്മൾ ലൈറ്റ് ഡയറക്റ്റ് കൊണ്ട് പൊക്കിയെടുക്കുക. കണ്ടാ ലൈറ്റ് ആയി. ഇതാണ് നമ്മുടെ ആദ്യത്തെ ലൈറ്റ്. 35-30 35-35ആണിത്. 35-35ൻ്റെ ലൈറ്റ് നമ്മൾ ആദ്യത്തത്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ പവർ കുറവ് അങ്ങനെ പവർ കുറവല്ല, എന്നാലും ഒരു നമ്മൾ ലോങ് ഒക്കെ പോകുമ്പോൾ ഒരു പവർ കുറച്ച് ചെറുതായിട്ടൊരു കുറവുണ്ട് അല്ലേ? പുതിയ ലൈറ്റ് നമ്മൾ ഇട്ടിട്ട് എന്തായാലും അഭിപ്രായം പറയാം. നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ഇടാൻ പോണ ലൈറ്റ് ഇതാട്ടാ.
പുതിയ ലൈറ്റ് ഇതാണ് നമ്മുടെ പുതിയ ലൈറ്റും പഴയ ലൈറ്റും. പരമാവധി നമ്മൾ ലൈറ്റിൻ്റെ ഈ ഭാഗത്ത് നമ്മുടെ കൈ കൊണ്ട് പിടിക്കാണ്ടിരിക്കാൻ നോക്കുക, ലൈറ്റിൻ്റെ ലൈഫിന് ബാധിക്കുക. പുതിയ ലൈറ്റാണ് ഈ നീല. ഇത് നമ്മളിത് ഇങ്ങനെ പൊക്കിയിട്ട് ഡയറക്റ്റ് വെച്ച് കൊടുക്കുക. സംഭവം ഫീസ് ആവും എന്നല്ലേ പറഞ്ഞല്ലേ? അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഫീസാവില്ല, എന്നാലും നമ്മുടെ പുതിയ ലൈറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഈ 3 ലോക്ക് കറക്റ്റ് ആക്കുക ആദ്യം, തിരിയാണ്ടിരിക്കാനൊക്കെ ഉള്ളതാണ്. എന്നിട്ട് പഴയ പോലെ ഇത് നീക്കി കൊടുക്കുക. ഇപ്പം നമ്മളെ വണ്ടി വൈസർ ഇല്ലാണ്ടായിട്ടുള്ളത് കണ്ടാ, ഫ്രണ്ടിലത്തെ മാസ്കും കിറ്റൊന്നും കൂരിയപ്പോഴുള്ള കണ്ടീഷനാണ് വാഷൻ പ്ലസിൻ്റെ കണ്ടീഷൻ. ഈ തുണി ഇട്ടുള്ളത് വേറെ ഒന്നുമല്ല കേട്ടോ, പൂച്ച കറുപ്പും കുറുപ്പും ബാക്കിയുള്ളതൊക്കെ കൂടിയിട്ട് മാന്തു നൈസായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നമ്മുടെ ആദ്യത്തെ റബ്ബർ സീൽ വെച്ച് കൊടുക്കുക, വെള്ളം കയറാണ്ടിരിക്കാനൊക്കെ നല്ലതാണ്. എല്ലാം ഉറപ്പ് വരുത്തുക. നമുക്ക് വേണമെങ്കിൽ ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. സ്റ്റാർട്ടാക്കി നോക്കാൻ പോവാണ് വണ്ടി. എത്രമാത്രം പ്രകാശമുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്തായാലും നമുക്ക് വൈസർ ഫിറ്റ് ചെയ്തിട്ട് കാണാം. നമ്മൾ വണ്ടിയൊക്കെ കഴുകി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ചെറിയ ബീപ്പ് സൗണ്ട് കേൾക്കും. അത് എന്താണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. വണ്ടി കഴുകി കഴിഞ്ഞാലാണ് മഴ പെയ്ത് കഴിഞ്ഞാലും ഒരു ബസർ സൗണ്ട് നൈസായിട്ടില്ലേ, വലിയ സൗണ്ട് ഒന്നും ഇല്ല, ചെറുതായിട്ട്. ഇൻഡിക്കേറ്ററിന്റെ ബസറൊക്കെ ഇരിക്കണ ബാക്കിലാണ്. ഇതെന്തിൻ്റെ അതാ കേൾക്കുന്നത്. വലിയ വെള്ളം തട്ടുമ്പോഴാണ് അതാ ഈ സൗണ്ടാണ് കണ്ടാ. ഗൈസ് കേൾക്കുന്നുണ്ടോ? വണ്ടിയുടെ പ്രകാശം ചെക്ക് ചെയ്ത് നോക്കട്ടെ. കണ്ടാ എന്ത് പാട് വ്യത്യാസം ഉണ്ടല്ലേ? ഗൈസ് ചെറുതായിട്ടൊരു കൂടുതലുണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല അല്ലേ? ഇനി എങ്ങനെയാണെന്ന് അറിയോ? ഇനി അറിയണമെന്നുണ്ടെങ്കിൽ റണ്ണിങ്ങിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫുൾ ആക്സിലേറ്റർ കൂട്ടൂലേ, അപ്പോഴാണ് നമുക്ക് ശരിക്കും അറിയാൻ പറ്റുക. അപ്പം നമ്മൾ എന്താ നോക്കിയിട്ട് നമ്മൾ അറിയിക്കണത് കേട്ടോ. കുഴപ്പമൊന്നുമില്ല വേണം. എന്തായാലും കാഴ്ച അപ്പം നമ്മളെ പഴയ ലൈറ്റ് ഒഴിവാക്കിയിട്ട് പുതിയ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അതായത് 35 ലൈറ്റ് ഒഴിവാക്കിയിട്ട് 40-45 ഇട്ടിട്ടുണ്ട്. അപ്പം ഇനി നേരത്തെ പോലെ തിരിച്ച് നമ്പർ പ്ലേറ്റ് ആദ്യം വെക്കട്ടാ. നമ്പർ പ്ലേറ്റിന് 2 സ്ക്രൂ ഇവിടെ വെച്ച് കൊടുക്കുക. പിന്നെ സെൻറ്ററിൽ വരില്ല ഇല്ലല്ലോ, ഊരിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ നമ്പർ പ്ലേറ്റിൻ്റെ 2 പിന്നെ ഇൻഡിക്കേറ്ററിന് സൈഡിത്തും അപ്പുറത്ത് ഇൻഡിക്കേറ്ററിന് സൈഡിത്തും വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് വൈസർ ഊരാനും പറ്റും, തിരിച്ച് ഫിറ്റ് ചെയ്യാനും പറ്റും അല്ലേ? സിമ്പിൾ പരിപാടിയാണ്. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും അത് ഊരി കിട്ടും നമുക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിനി കൂടുതലൊന്നും പറഞ്ഞു കേൾപ്പിക്കുന്നില്ല. നമ്മുടെ ചെറിയ വ്ളോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, അതുപോലെ തന്നെ ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇതിലെ വ്ളോഗുമായി വരുന്നതിലേക്കും ബൈ ബൈ.